ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഴമയുടെ രുചി എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ഒഴിച്ച് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മുരിങ്ങയും അതുപോലെ ചക്കക്കുരുവും വെച്ചിട്ടാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അത് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചക്കക്കുരുവാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മളിതിവിടെ ഒരു മൺചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആ മൺചട്ടിയിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചക്കക്കുരു നല്ല പോലെ ഒന്ന് വേവായി വരണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടല്ല, ചക്കക്കുരുവിന് വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ ആദ്യം നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഗ്യാസ് കത്തിച്ച് കൊടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് വേണം വേവിക്കാൻ കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ആ വെള്ളം ഒന്ന് പറ്റി വരുന്നുണ്ടോയെന്നും അതുപോലെ ചക്കക്കുരു കറക്റ്റായിട്ട് വേവ് പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കിയെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലോട്ടുള്ള മുരിങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്രത്തോളം മുരിങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തു കൊടുക്കാം. കറി എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുത്തു കൊടുക്കാം കേട്ടോ. മുരിങ്ങ ഒന്ന് ശരിയാക്കി എടുത്തപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി കറക്റ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേവ് കറക്റ്റാണോ നോക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇല ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അധികം ഒന്നും മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് കുക്കായി വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് വാടി വരും. അതിനുശേഷം നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. ഇതിലോട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി തേങ്ങ അരക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് തേങ്ങ എടുത്തിട്ട് അതിലോട്ട് 2 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് പച്ചമുളക് ഞാനിവിടെ ചേർക്കുന്ന വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു അരപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ആ ഒരു അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഈ സമയത്ത് ഉപ്പ് പാകമല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതുപോലെ വെള്ളം, ഇതിൻ്റെ ഗ്രേവി എങ്ങനെ വേണോ, തിക്കായിട്ട് വേണോ ലൂസായിട്ട് വേണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടാണ്, എന്നാൽ അത്യാവശ്യം തിക്കുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊന്ന് താളിച്ച് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5-8 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇതിലോട്ട് താളിച്ച് ഒഴിക്കുന്നത്. കടുക് ചേർക്കുന്നില്ല. ഇനി കടുകിൽ വേണമെങ്കിലും താളിച്ചെടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഇത് ചെറിയ ഉള്ളിയിലാണ് താളിച്ചെടുക്കാറ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ആ ഒരു ചെറിയ ഉള്ളി നല്ല മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. മാത്രമല്ല എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സാധനങ്ങളാണ്. വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയാണ്. ഇത് നമുക്ക് ചോറിലൊക്കെ കൂട്ടി കഴിക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഒരു ചിക്കൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും, ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ അച്ചാർ കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക് ചോറുണ്ണാം. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഷുവറായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.